എല്ലാവർക്കും നമസ്കാരം. PSC Challenger Pro, NET and JRF-ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 3 എന്ന വിഷയത്തിലെ 4ാമത്തെ യൂണിറ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇക്കണോമിക് പോളിസീസ്, പെർമനന്റ് സെറ്റിൽമെന്റ്, റയത്വാരി സെറ്റിൽമെന്റ്, മഹൽവാരി സെറ്റിൽമെന്റ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ചതിനു ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക വിഭവങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നേടാൻ ശ്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ലാൻഡ് റവന്യൂ, അതായത് ഭൂനികുതി. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ നിന്ന് പരമാവധി റവന്യൂ നേടുന്നതിനായി ബ്രിട്ടീഷുകാർ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭൂനികുതി സംവിധാനങ്ങൾ നടപ്പാക്കി. പ്രധാനമായും 3 സംവിധാനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 1. പെർമനന്റ് സെറ്റിൽമെന്റ്. 2. റയത്വാരി സിസ്റ്റം. 3. മഹൽവാരി സിസ്റ്റം. ഈ 3 സംവിധാനങ്ങളും വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം പരീക്ഷയിൽ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഒന്നാമത്തേത് പെർമനന്റ് സെറ്റിൽമെന്റ്. പെർമനന്റ് സെറ്റിൽമെന്റിനെ സമീന്ദാരി സിസ്റ്റം എന്നും വിളിക്കുന്നു. ആദ്യം നമുക്ക് സമീന്ദാർ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാം. സമീന്ദാർ എന്ന പദം പേർഷ്യൻ ഭാഷയിലെ 2 വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. സമീൻ എന്നത് ഭൂമി, ദാർ എന്നത് കൈവശം വയ്ക്കുന്നയാൾ. അതായത് സമീന്ദാർ എന്നത് ഭൂമി കൈവശം വച്ചിരുന്ന വ്യക്തി എന്നാണ് അർത്ഥം. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവിനു മുമ്പ് സമീന്ദാർമാർ ഭൂമിയുടെ പൂർണ്ണ ഉടമകൾ ആയിരുന്നില്ല. മുഗൾ കാലഘട്ടത്തിൽ സമീന്ദാർമാർ പ്രധാനമായും ഭരണകൂടത്തിനും കർഷകർക്കും ഇടയിലുള്ള ഇടനിലക്കാരായിരുന്നു. അവർ കർഷകരിൽ നിന്ന് റവന്യൂ ശേഖരിക്കുകയും ഭരണാധികാരിക്ക് നൽകുകയും ചെയ്തു. പല സമീന്ദാർമാരുടെയും അവകാശങ്ങൾ പാരമ്പര്യമായി കൈമാറിയിരുന്നു. പെർമനന്റ് സെറ്റിൽമെന്റ് 1793. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1793 ലോർഡ് കോൺവാലിസ് ആണ് പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പാക്കിയത്. ഇത് ആദ്യം പ്രധാനമായും ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളിലാണ് നടപ്പാക്കിയത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്ന് സ്ഥിരമായ റവന്യൂ ലഭിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഈ സംവിധാനത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സമീന്ദാർമാരും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കി. സമീന്ദാർമാരെ ഭൂമിയുടെ ഉടമകളായി അംഗീകരിച്ചു. അവർ കർഷകരിൽ നിന്ന് റന്റ് ശേഖരിച്ച് കമ്പനിക്ക് നിശ്ചിത റവന്യൂ നൽകണം. ഇവിടെ ഒരു പ്രധാന വാക്കുണ്ട്, പെർമനന്റ്. പെർമനന്റ് എന്നത് സ്ഥിരം എന്നാണ് അർത്ഥം. അതായത് റവന്യൂ തുക സ്ഥിരമായി നിശ്ചയിച്ചു. സമീന്ദാർമാരുടെ അവകാശങ്ങൾ പാരമ്പര്യമായി മാറി. അവർക്ക് ഭൂമി വിൽക്കാനും കൈമാറ്റം ചെയ്യാനും സാധിച്ചു. പെർമനന്റ് സെറ്റിൽമെന്റിന്റെ പ്രശ്നങ്ങൾ. ഇനി ഇതിന്റെ പ്രധാന പ്രശ്നങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രശ്നം, ഉയർന്ന റവന്യൂ ഡിമാൻഡ്. കമ്പനിക്ക് നൽകേണ്ട റവന്യൂ വളരെ കൂടുതലായിരുന്നു. സമീന്ദാർമാർക്ക് നിശ്ചിത സമയത്ത് റവന്യൂ നൽകാൻ കഴിയാതെ വന്നാൽ അവരുടെ എസ്റ്റേറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം, കർഷകരുടെ ചൂഷണം. സമീന്ദാർമാർ കർഷകരിൽ നിന്ന് ഉയർന്ന റന്റ് ഈടാക്കി. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ റന്റ് ശേഖരിക്കുന്നതിലായിരുന്നു പല സമീന്ദാർമാരുടെയും താൽപര്യം. അങ്ങനെ സമീന്ദാർമാർ പലപ്പോഴും റന്റ് കളക്ടർമാർ ആയി മാറി. മൂന്നാമത്തെ പ്രശ്നം, ഇടനിലക്കാരുടെ വർധന. പല സമീന്ദാർമാരും ഇടനിലക്കാരെ നിയമിച്ചു. ഇതോടെ കർഷകരുടെ മേൽ ചൂഷണത്തിന്റെ കൂടുതൽ തലകൾ ഉണ്ടായി. നാലാമത്തെ പ്രശ്നം, മണിലേന്ദർമാരെ ആശ്രയിക്കൽ. ഉയർന്ന നികുതി നൽകാൻ കഴിയാതെ വന്നപ്പോൾ കർഷകർ പലിശക്കാരിൽ നിന്ന് കടം വാങ്ങി. കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു. അഞ്ചാമത്തെ പ്രശ്നം, കാർഷിക വികസനത്തിന്റെ കുറവ്. കർഷകരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിക്ഷേപം ഉണ്ടായില്ല. ഇതോടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. രണ്ടാമത്തേത് റയത്വാരി സിസ്റ്റം. ഇനി നമുക്ക് റയത്വാരി സിസ്റ്റം നോക്കാം. റെയ്ത് എന്ന വാക്കിന്റെ അർത്ഥം കർഷകൻ. പെർമനന്റ് സെറ്റിൽമെന്റിൽ കമ്പനിക്കും കർഷകനും ഇടയിൽ സമീന്ദാർ ഉണ്ടായിരുന്നു. എന്നാൽ റയത്വാരി സിസ്റ്റത്തിൽ അത്തരം ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരുന്നില്ല. കമ്പനി നേരിട്ട് കർഷകനിൽ നിന്ന് റവന്യൂ ശേഖരിച്ചു.
ഈ സംവിധാനം വികസിപ്പിക്കുന്നതിൽ ക്യാപ്റ്റൻ അലക്സാണ്ടർ റീഡ്, സർ തോമസ് മൺറോ എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. പ്രത്യേകിച്ച് സർ തോമസ് മൺറോയുടെ കാലത്ത് മദ്രാസ് പ്രദേശത്ത് ഈ സംവിധാനം വ്യാപകമായി നടപ്പാക്കി. മൺറോ 1819 മുതൽ 1826 വരെ മദ്രാസിന്റെ ഗവർണറായിരുന്നു. ഈ സംവിധാനം പ്രധാനമായും ദക്ഷിണേന്ത്യയിലാണ് നടപ്പാക്കിയത്, പ്രത്യേകിച്ച് മദ്രാസ് പ്രദേശത്ത്. പിന്നീട് മഹാരാഷ്ട്ര, പഞ്ചാബ്, അസം, കൂർഗ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. റയത്വാരി സിസ്റ്റത്തിന്റെ സവിശേഷതകൾ. ഇവിടെ വ്യക്തിഗത കർഷകനായിരുന്നു ഭൂമിയുടെ പ്രധാന ഹോൾഡർ. കമ്പനിയും കർഷകനും തമ്മിൽ നേരിട്ടുള്ള ബന്ധമായിരുന്നു. അതിനാൽ സമീന്ദാർ പോലുള്ള ഇടനിലക്കാരൻ ഉണ്ടായിരുന്നില്ല. കർഷകൻ നേരിട്ട് കമ്പനിക്ക് റവന്യൂ നൽകണം. കർഷകൻ ഭൂമി വിൽക്കാനും ലീസ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കമ്പനിക്ക് റവന്യൂ നിരക്ക് കാലാകാലങ്ങളിൽ പുതുക്കി നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. ഇതാണ് പെർമനന്റ് സെറ്റിൽമെന്റിൽ നിന്ന് റയത്വാരി സിസ്റ്റത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാന കാര്യം. റയത്വാരി സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ. സിദ്ധാന്തത്തിൽ നോക്കുമ്പോൾ കർഷകനും സർക്കാരും തമ്മിൽ നേരിട്ടുള്ള ബന്ധമായതിനാൽ ഇത് കർഷകർക്ക് ഗുണകരമാകേണ്ടതായിരുന്നു. എന്നാൽ പ്രായോഗികമായി പല പ്രശ്നങ്ങളും ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്ന റവന്യൂ. പാഠഭാഗം അനുസരിച്ച് വരണ്ട ഭൂമിയിൽ ഏകദേശം 50% നനവുള്ള ഭൂമിയിൽ ഏകദേശം 60% വരെ നികുതി ഉണ്ടായിരുന്നുവെന്ന് കാണാം. ഇത്രയും ഉയർന്ന നികുതി കർഷകർക്ക് വലിയ സാമ്പത്തിക ഭാരമായി. മറ്റൊരു പ്രശ്നം റവന്യൂ ഉദ്യോഗസ്ഥരുടെ അഴിമതി. പ്രാദേശിക ഉദ്യോഗസ്ഥർക്ക് വലിയ അധികാരം ലഭിച്ചതിനാൽ അഴിമതിക്ക് സാധ്യത ഉണ്ടായി. വിളനാശം സംഭവിച്ചാലും ആവശ്യമായ റവന്യൂ ഇളവ് പലപ്പോഴും ലഭിച്ചില്ല. അതിനാൽ കർഷകർ വീണ്ടും മണിലെൻഡർമാരെ ആശ്രയിച്ചു. കടം വാങ്ങി നികുതി അടയ്ക്കേണ്ടി വന്നു. കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നാൽ ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ സമീന്ദാർമാരെ ഒഴിവാക്കിയെങ്കിലും കർഷകരുടെ സാമ്പത്തിക ചൂഷണം അവസാനിച്ചില്ല. മൂന്നാമത്തേത് മഹൽവാരി സിസ്റ്റം. ഇനി നമുക്ക് മൂന്നാമത്തെ ഭൂനികുതി സംവിധാനമായ മഹൽവാരി സിസ്റ്റം നോക്കാം. ഇവിടെ മഹൽ എന്നത് ഒരു ഗ്രാമത്തെയോ ഗ്രാമങ്ങളുടെ കൂട്ടത്തെയോ സൂചിപ്പിക്കുന്നു. 1822 ഹോർട്ട് മക്കൻസി ആണ് മഹൽവാരി സിസ്റ്റം അവതരിപ്പിച്ചത്. പ്രധാനമായും ഉത്തരപശ്ചിമ ഇന്ത്യയിലെ പ്രദേശങ്ങളിലാണ് ഇത് നടപ്പാക്കിയത്. പിന്നീട് ഉത്തർപ്രദേശ്, പഞ്ചാബ്, സെൻട്രൽ ഇന്ത്യ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. ഇവിടെ മഹൽ ആയിരുന്നു റവന്യൂ അസസ്മെന്റിന്റെ അടിസ്ഥാന യൂണിറ്റ്. അതായത് ഒരു ഗ്രാമമോ ഗ്രാമങ്ങളുടെ കൂട്ടമോ ഒരു യൂണിറ്റായി കണക്കാക്കി ഭൂനികുതി നിശ്ചയിച്ചു. ഇവിടെ റവന്യൂ നൽകാനുള്ള ഉത്തരവാദിത്തം വ്യക്തിഗത കർഷകനിൽ മാത്രം ആയിരുന്നില്ല. മുഴുവൻ ഗ്രാമസമൂഹത്തിനും കൂട്ടായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഓരോ കർഷകനും തന്റെ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ നികുതി നൽകണം. വില്ലേജ് ഹെഡ്മാൻമാർ ആയിരുന്നു റവന്യൂ ശേഖരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. സെറ്റിൽമെന്റ് സാധാരണയായി ഏകദേശം 30 വർഷത്തേക്ക് ആയിരുന്നു. മഹൽവാരി സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ. ഈ സംവിധാനത്തിലും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. റവന്യൂ അസസ്മെന്റ് പലപ്പോഴും യാഥാർത്ഥ്യബോധമില്ലാത്തതായിരുന്നു. വില്ലേജ് ഹെഡ്മാൻമാർക്ക് വലിയ അധികാരം ലഭിച്ചു. ചില സ്ഥലങ്ങളിൽ അവർ കർഷകരെ ചൂഷണം ചെയ്തു. പിന്നീട് ഇവർക്ക് സമീന്ദാർമാരെ പോലുള്ള അധികാരങ്ങൾ ലഭിച്ചു. അതുകൊണ്ടാണ് മഹൽവാരി സിസ്റ്റത്തെ പലപ്പോഴും മോഡിഫൈഡ് സമീന്ദാരി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഉയർന്ന നികുതി, അഴിമതി, ചൂഷണം എന്നിവ കർഷകരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കി. ചില കർഷകർ ഭൂമി ഉപേക്ഷിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ബ്രിട്ടീഷ് ഭൂനികുതി സംവിധാനങ്ങളുടെ പൊതുവായ ഫലങ്ങൾ. ഇനി ഈ 3 സംവിധാനങ്ങളുടെയും പൊതുവായ ഫലങ്ങൾ നോക്കാം. ഒന്നാമതായി, ബ്രിട്ടീഷുകാർ ഭൂമിയെ ഒരു മാർക്കറ്റബിൾ കമ്മോഡിറ്റി ആക്കി മാറ്റി. അത് ഭൂമി വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു സ്വത്തായി മാറി. രണ്ടാമതായി, ഭൂനികുതി ഉയർന്നു. മൂന്നാമതായി, നികുതി പണമായി നൽകേണ്ടി വന്നത് കർഷകരെ കടത്തിലേക്ക് നയിച്ചു. നാലാമതായി, മണിലെൻഡർമാരുടെ സ്വാധീനം വർദ്ധിച്ചു. അഞ്ചാമതായി, കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം വർദ്ധിച്ചു. ആറാമതായി, ഗ്രാമീണ ദാരിദ്ര്യം വർദ്ധിച്ചു. ഏഴാമതായി, കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി.
ഇതിന്റെ ഫലമായി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കർഷകോത്ര പ്രതിരോധങ്ങൾ ഉണ്ടായി. കർഷകോത്ര പ്രതിരോധങ്ങൾ. ഇവയിൽ ചില പ്രധാനപ്പെട്ടവ ഓർക്കണം. സന്യാസി ഫക്കീർ റെബല്യൻ 1770 മുതൽ 1800 വരെ. റൺപൂർ റെബല്യൻ 1783. പോളിഗാർ റെബല്യൻ. മാപ്പിള റെസിസ്റ്റൻസ്. ഇതിനു പുറമെ ഭിൽസ്, കോൾസ്, സാന്താവ്സ്, കുറിച്യർ, കുറുമ്പർ തുടങ്ങിയ ഗോത്രവിഭാഗങ്ങളും ബ്രിട്ടീഷ് ഇടപെടലിനെതിരെ പ്രതിരോധിച്ചു. ഇവയുടെ പിന്നിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഉയർന്ന നികുതി, മണിലെൻഡർമാരുടെ ചൂഷണം, ഭൂമി നഷ്ടപ്പെടൽ തുടങ്ങിയ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ദേശീയവാദ ചരിത്രകാരന്മാരുടെ വിമർശനം. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങളെ ദേശീയവാദ ചിന്തകർ ശക്തമായി വിമർശിച്ചു. ഇവരിൽ പ്രധാനപ്പെട്ടവർ ദാദാഭായി നവറോജി, ആർ. സി. ദത്ത്, എം. ജി. റാൻഡെ എന്നിവരാണ്. ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകിപ്പോയി എന്ന ആശയമാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത്. ദാദാഭായി നവറോജിയുടെ ഈ ആശയം ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെ മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം വിവിധ മാർഗങ്ങളിലൂടെ ബ്രിട്ടനിലേക്ക് ഒഴുകിപ്പോയി. ഭൂനികുതി ഈ കൊളോണിയൽ ചൂഷണത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഓർക്കാം. പെർമനന്റ് സെറ്റിൽമെന്റ് 1793. ലോർഡ് കോൺവാലിസ്. സമീന്ദാർ. ബംഗാൾ, ബിഹാർ. സ്ഥിര റവന്യൂ. റേത്വാരി സിസ്റ്റം. അലക്സാണ്ടർ റീഡ്. തോമസ് മൺറോ. കർഷകൻ. മദ്രാസ്, ദക്ഷിണേന്ത്യ. നേരിട്ടുള്ള റവന്യൂ. മഹൽവാരി സിസ്റ്റം 1822. ഹോൾട്ട് മക്കൻസി. മഹൽ ഗ്രാമം. ഉത്തരപശ്ചിമ ഇന്ത്യ. കൂട്ടായ റവന്യൂ ഉത്തരവാദിത്തം. അതിനാൽ വളരെ എളുപ്പത്തിൽ ഓർക്കാം. പെർമനന്റ് സമീന്ദാർ. റേത്വാരി കർഷകൻ. മഹൽവാരി ഗ്രാമം. ഇതാണ് ഇന്നത്തെ ക്ലാസിന്റെ പ്രധാന ഭാഗങ്ങൾ. ഈ 3 ഭൂനികുതി സംവിധാനങ്ങളും ബ്രിട്ടീഷ് കൊളോണിയൽ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഘടകങ്ങളായിരുന്നു. ഇവയുടെ ലക്ഷ്യം പ്രധാനമായും ബ്രിട്ടീഷ് ഭരണത്തിന് പരമാവധി റവന്യൂ ഉറപ്പാക്കുക എന്നതായിരുന്നു. അതിന്റെ ഫലമായി കർഷക ചൂഷണം, കടബാധ്യത, ഭൂമി നഷ്ടപ്പെടൽ, ഗ്രാമീണ ദാരിദ്ര്യം, കർഷകോത്ര പ്രതിരോധങ്ങൾ എന്നിവ ശക്തമായി. അടുത്ത ക്ലാസ്സിൽ ഈ ഭാഗത്തുനിന്നുള്ള പ്രധാന പരീക്ഷാ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശദമായി പഠിക്കാം. കൂടുതൽ ചരിത്ര വീഡിയോകൾക്കും UGC നെറ്റ്, JRF, കേരള PSC തയ്യാറെടുപ്പിനുമായി PSC ചാലഞ്ചർ പ്രോ നെറ്റ് ആൻഡ് JRF ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.